സുവിശേഷം 9-ാം അധ്യായം 39-ാമത്തെ വാക്യം. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. അപ്പൊ ഇത് യേശു ആരോടാണ് പറഞ്ഞത്? ഏതു സാഹചര്യത്തിലാണ് യേശു ഇത് പറഞ്ഞത്? ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കണം. 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഹല്ലേലൂയ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പം യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ 8-ാം അധ്യായത്തിൽ യേശു എവിടെ കൂടെയോ കടന്നുപോയി, എന്തിലൂടെയൊക്കെയോ കടന്നുപോയി. ആ 8-ാം അധ്യായത്തിൽ യേശു എന്തിലൂടെ കടന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് പിടികിട്ടുള്ളൂ. ഏതു സാഹചര്യത്തിലാണ് യേശു കുരുടനെ കണ്ടത്? അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു എന്ന് യോഹന്നാൻ 9:1 എഴുതിയിട്ടുണ്ടെങ്കിൽ 8-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരണം. യേശു കർത്താവ് ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, എന്തിലൂടെ കടന്നുപോയി? 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പം നീ പറയുന്ന ഈ സാക്ഷ്യങ്ങളും നീ പറയുന്ന ഈ കാര്യങ്ങളും ഒന്നും സത്യമല്ല, ചുമ്മാതാ നീ ഇതൊക്കെ പറയുന്നേ എന്ന് പരീശന്മാർ അന്ന് പറഞ്ഞു. ഇന്നും പറയുന്നവർ കാണും. അന്ന് പറഞ്ഞു. ആരെ നോക്കി പറഞ്ഞു? സാക്ഷാൽ യേശു കർത്താവിനെ നോക്കി പറഞ്ഞു, നിന്റെ സാക്ഷിയൊന്നും നേരല്ല, പുള്ളിയുടെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കണ്ട, നാക്കെടുത്താ പുള്ളി കള്ളേ പറയൂ, പുള്ളിയുടെ സാക്ഷിയൊന്നും കറക്റ്റ് അല്ല, അവനീ പറയുന്നതൊന്നും നേരല്ലെന്ന് യേശുവിനെ നോക്കി പറഞ്ഞു. അതൊരു പിശാചാണ്. അത് നമുക്ക് കാണാം. താഴോട്ട് വരുമ്പം നമുക്ക് കാണാം. ഈ ഏറ്റവും വലിയ സാത്താന്യ ആയുധമാണ് സംശയവും തെറ്റിദ്ധാരണയും. ഒരു ഭാര്യയും ഭർത്താവിനെയും സംശയിപ്പിക്കുന്നത് ദൈവമല്ല. രണ്ടുപേര് തമ്മിൽ ഒന്നിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ദൈവമല്ല. ദൈവം ശരിയായ ധാരണകൾ തരുന്ന ദൈവമാണ്. പിശാച് തെറ്റായ ധാരണകൾ തരുന്നവനാണ്, അവൻ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്. യേശു പറയുന്നുണ്ട്, ആദ്യം മുതലേ അവൻ കള്ളനാണ്. നിശ്ചയമായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുക. അവ സംശയിപ്പിക്കുകയാണ്. 2, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും. അത് പുള്ളിക്ക് ഇഷ്ടമല്ല. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അകത്തുകൊണ്ടൊന്ന് വിഷമിടുക. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വിഷമിടുന്ന പാമ്പുകളെ നമ്മൾ തിരിച്ചറിയണം. അത് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കൂടെ നിൽക്കുന്നവരിലാണെങ്കിലും അത് ദൈവമല്ല. പറഞ്ഞ അത് ദൈവമല്ല. തെറ്റിദ്ധരിപ്പിക്കുന്നതും സംശയിപ്പിക്കുന്നതും ഐക്യത കെടുത്തുന്നതും ദൈവമല്ല. ഹല്ലേലൂയ. പരീശന്മാർ ശരിയല്ലേ? ഭർത്താക്കന്മാരോട് പറയുന്നു,
നിങ്ങൾക്കൊന്നും ഒളിക്കാനുണ്ടാകരുത്. ഭാര്യമാരോട് പറയുന്നു, നിങ്ങളുടെ ഭർത്താവിനെ ഒളിച്ച് മറച്ച് മറ്റെന്തെങ്കിലും ബന്ധങ്ങളോ ഡീലുകളോ നിങ്ങൾക്കുണ്ടോ? ഒരിക്കലും നിന്റെ അടുത്ത് ദൈവം വന്നതിന്റെ ലക്ഷണമല്ലത്, നിന്റെ അടുത്ത് പിശാച് വന്നതിന്റെ ലക്ഷണമാണത്. ഭാര്യയെ മറച്ചുകൊണ്ട് ഭർത്താവെ നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒളിച്ചോ മറച്ചോ നിന്റെ ഫോണിലോ നീ എന്തെങ്കിലും പരിപാടി കാണിക്കുന്നുണ്ടോ? നിന്റെ അടുക്കൽ ദൈവം വന്നതിന്റെ ലക്ഷണമല്ലത്, നിന്നെ പിശാച് വിസിറ്റ് ചെയ്തതിന്റെ ലക്ഷണമാണത്. നിന്റെ മീതെയുള്ള ദൈവദാസനെ, നിന്റെ സഭയിലെ പാസ്റ്ററിനെ, നിനക്ക് മീതെയുള്ള ബോസിനെ, നിന്റെ കമ്പനിയിലെ മാനേജറെ ഒളിച്ചോ മറച്ചോ നീ വേറെ എന്തെങ്കിലും പണി നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ടെങ്കിൽ അത് സാത്താൻ നിന്നെ വിസിറ്റ് ചെയ്തതിന്റെ ലക്ഷണമാണ്. അതിനെ തിരിച്ചറിയാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. പരീശന്മാർ യേശുവിനെ കുറിച്ച് പറയുന്നു, നിന്റെ സാക്ഷ്യം നേരല്ല, ഇത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പോ യേശു എന്തിലൂടെ കടന്നുപോയി? നിനക്ക് സാക്ഷിയില്ല, ടെസ്റ്റിമണി ഇല്ലാത്തവനാണ്, നിന്റെ സാക്ഷ്യം നേരല്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിന്റെ ഇടയിലൂടെ യേശു കടന്നുപോയി. യോഹന്നാൻ 8:41 വരുമ്പോൾ യേശുവിനോട് അവർ ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവാര്? നിന്റെ പിതാവാര്? അവർ അവനോട്, ഞങ്ങൾ പരസംഗത്തിൽ ജനിച്ചവരല്ല. Then said they to him, we be not born of fornication. ഞങ്ങൾ വ്യഭിചാരത്താൽ പരസ്ത്രീ ബന്ധത്താൽ ജനിക്കപ്പെട്ടവരല്ല, ഞങ്ങൾക്ക് ഒറ്റ അപ്പനേ ഉള്ളൂ. നല്ല ഭാഷ പറഞ്ഞ ഞങ്ങൾക്ക് ഒരപ്പനേ ഉള്ളടാ. അപ്പൊ ആ വാക്കിന് പല അർത്ഥങ്ങളാണ്. ആരും മിണ്ടുന്നില്ല. ആ വാക്കൊരു ആ വാക്കൊരു നല്ല വാക്കല്ല. ആ വേർഡ് ഒരു നല്ല വാക്കല്ല. ഞാൻ ഒറ്റ അപ്പന് പിറന്നവനാടാ എന്ന് നമ്മളെ നോക്കി ഒരാൾ പറഞ്ഞാൽ അവൻ ആ പറഞ്ഞതിന് വേറെ അർത്ഥമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മീ വാട്ട് ഐ സേ? ഇത് സാക്ഷാൽ യേശുവിനെ നോക്കി ഇവര് പറഞ്ഞു. എന്താണെന്നറിയാമോ ഇവരെ പ്രൊവോക്ക് ചെയ്ത സാധനം എന്ന് പറയുന്നത്, വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചോണ്ട് വന്ന ഒരു സ്ത്രീയെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാണ് യേശുവിനെ കൊടുക്കാൻ. ഈ 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. പ്ലാൻ ചെയ്ത്, അതിന് 1 മുതലുള്ള വാക്യത്തിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് യേശുവിനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഒരു സ്ത്രീയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവളുടെ പേരും പറഞ്ഞ് യേശുവിനെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. എങ്ങനെ യേശുവിനെ കൊടുക്കുന്നേ? ഇവരിത്രേ ചോദിച്ചുള്ളൂ, ഗുരു, ടീച്ചർ. ഇവളെ വ്യഭിചാര കർമ്മത്തിലാണ് പിടിച്ചിരിക്കുന്നത്. കേസ് അതാണ്. മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു? അടുത്ത വാക്യത്തിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇതവനെ കുറ്റം ചുമത്താൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. ഇവരുടെ കയ്യിൽ എന്തുണ്ട്? പറഞ്ഞു, ഇവരുടെ കയ്യിൽ കല്ലുണ്ട്. ഇവരുടെ കയ്യിൽ എന്തുണ്ട്? എന്റെ ചോദ്യം, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആർ യു ലിസണിങ് മീ? ഓക്കെ. അല്ലെങ്കിൽ ഈ ടെലിവിഷനിലെങ്കിൽ എന്നെ കാണുന്നവർ കേൾക്കട്ടെ. ഇവരുടെ ലക്ഷ്യം, ഇവരുടെ കയ്യിലിരിക്കുന്ന കല്ല് ആരെ എറിയാനാ? നിങ്ങൾ പറഞ്ഞേ. സ്ത്രീയെ എറിയാനാണെന്നാണ് നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ശരിക്കും യുവമാർ ഈ കല്ല് കയ്യെ കരുതിയത് ഇവളെ എറിയാനല്ല. ശരിക്കും ഈ കല്ല് യേശുവിനെ എറിയാൻ കരുതിയതാണ്. കാരണം പറയാൻ പോവാണ്. ഒരു മനുഷ്യനോടൊരു ചോദ്യം ചോദിച്ചാൽ 2 ഉത്തരമേ ഉള്ളൂ. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഈ പരീക്ഷാ ഹാളിൽ എക്സാമിനേഷൻ ഇരിക്കുന്ന വിദ്യാർത്ഥി ഒന്ന് യെസ്സിൽ ടിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നോയിൽ ടിക്ക് ചെയ്യണം. ഇതിനാണ് മാർക്ക്. ഒന്നെങ്കിൽ യേശു പറയണം കല്ലെറിഞ്ഞുകൊള്ളുക, അല്ലേ യേശു പറയണം കല്ലെറിയരുത്. ഇപ്പൊ ഇവരിതാ ചോദിച്ചത്. ഇതിലേതെങ്കിലും ഒരു ഉത്തരേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ യേശു അവരോട് പറഞ്ഞു, ഇവർ പ്രതീക്ഷിക്കാത്തൊരു ഉത്തരം.
നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് അവളെ കല്ലെറിയട്ടെ. ഇപ്പൊ ഇന്നത്തെ വിഷയം മടി കിട്ടിയോ? ഇപ്പൊ യേശു പറയാണ്, ഇവളെ കല്ലെറിയരുത്, ഇവളെ എറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യുവന്മാര് പറയും, കണ്ടോ, ഈസ് എ ഫോൾസ് ടീച്ചർ, ഇവൻ ദുരുപദേശകനാണ്, ഇവൻ ദുരുപദേശകനാണ്. കാരണം മോശയുടെ ന്യായപ്രമാണത്തിൽ, ബൈബിളിൽ, വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ എറിഞ്ഞു കൊല്ലണമെന്ന്. അപ്പൊ ഇവൻ വചനം അനുസരിക്കുന്നവനല്ല, ഇവൻ ദുരുപദേശകനാണ്, ഇവൻ കള്ളനാണ്. അപ്പം ദുരുപദേശകനെ എറിയാം, ന്യായപ്രമാണം അനുസരിക്കാത്തവനെ എറിയാം എന്ന പ്രമാണമുണ്ട്. അപ്പൊ കല്ലിവുക്കുള്ളതല്ല, കല്ലിവുക്കുള്ളതല്ല. അല്ല, യേശു പറയാണ്, ഇവളെ കല്ലെറിയാൻ നിങ്ങൾ സെറ്റായിക്കോ, നിങ്ങൾ കല്ലെറിഞ്ഞോ, അല്ലെങ്കിൽ അവളെ എറിഞ്ഞു കൊന്നോ, നിങ്ങൾ എന്നാന്ന് വെച്ച് ചെയ്തോ. ഇത് യേശു പറഞ്ഞാൽ ഈ കൂടി വന്നവര് പറയും, ഹാ കണ്ടോ, ഇവൻ ഇന്നലെ രാത്രി വരെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് ഇവൻ പാപികളുടെ രക്ഷകനാണ്, ഇവൻ പാപിയെ രക്ഷിക്കാൻ വന്നവനാണ്, പാപികളുടെ സ്നേഹിതനാണ്, കാണാതെ പോയതിനെ രക്ഷിക്കാൻ വന്നതാണ്. ഇപ്പൊ പറഞ്ഞു കണ്ടോ, അവളെ എറിഞ്ഞു കൊന്നോളാൻ. നിങ്ങൾക്ക് ഇതിന്ന് പിടികിട്ടിയോ സഹോദരങ്ങളെ? ഞങ്ങളിപ്പോ ലൈവിലുണ്ട്. നിങ്ങൾക്കിപ്പോ ഇതിൽ നിന്ന് പിടികിട്ടിയോ സഹോദരങ്ങളെ? ഇവൻ ഒരു യഥാർത്ഥ ദൈവദാസനല്ല, ഇവൻ പാപികളുടെ രക്ഷകനല്ല, പാപിയെ എറിഞ്ഞു കൊന്നോളാൻ പറഞ്ഞത് കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്ന് പിടികിട്ടിയോ ഇവൻ പാപികളെ രക്ഷിക്കാൻ വന്നവനല്ലെന്ന്? അപ്പൊ എറിയാൻ പറഞ്ഞാലും യേശു കുടുങ്ങിയേനെ, എറിയരുതെന്ന് പറഞ്ഞാലും യേശു കുടുങ്ങിയേനെ. രണ്ടായാലും ഈ കല്ല് കർത്താവിനെ എറിയാൻ കൊണ്ടുവന്നതാ, പക്ഷെ അഭിഷിക്തനെ എറിയാൻ കൊണ്ടുവന്ന കല്ല് നിനക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇതുവരെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്തു. ഇവരുടെ മൈൻഡിൽ ഇല്ലാത്ത വിസ്ഡം യേശുവിന്, ഇവർക്കില്ലാത്ത ക്രൗഡ് യേശുവിന്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ജനം മുഴുവൻ അവന്റെ പുറകിലായിപ്പോയി, ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു പുരോഹിതൻ ഇറങ്ങി വന്ന് നിന്നാലോ, ഇവരുടെ തൊങ്കലും പട്ടയുള്ളവർ ഇറങ്ങി വന്ന് നിന്നാലോ ഒന്നും ഇല്ലാത്ത ജനക്കൂട്ടവും അക്സെപ്റ്റൻസും ക്രൗഡും മിനിസ്ട്രിയും ഒക്കെ യേശുവിന്. അപ്പം സ്വാഭാവികമായി നിനക്കില്ലാത്തൊരു കാര്യം വേറൊരുത്തനുണ്ടാകുമ്പോൾ നിനക്കുണ്ടാകുന്ന മറ്റൊരു വികാരമാണ് അസൂയ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ അകത്ത് എന്തുമാകട്ടെ, ഈ അസൂയ കൊണ്ടും ഇവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടും യേശുവിൻ്റെ പുറകിൽ ജനം പോകുന്നത് കൊണ്ടും കർത്താവിന് കിട്ടിയ അക്സെപ്റ്റൻസ് കൊണ്ടും ഇവർ വല്ലാതെ അസ്വസ്ഥരായിരുന്നു. ആരും മിണ്ടുന്നില്ല, വല്ലാതെ അസ്വസ്ഥരായിരുന്നു. അതുകൊണ്ടാണ് നീ സാക്ഷ്യമില്ലാത്തവനെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ഒറ്റ അപ്പനെ ഉള്ളടാ, നിന്റെ അപ്പൻ ആരാണ് എന്ന് വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു, പക്ഷെ എന്തിലൂടെ കടന്നുപോയി എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാക്യം 48 വരുമ്പോൾ, യോഹന്നാൻ 8:48 വരുമ്പോൾ അവർ പറയുന്നുണ്ട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട്. ഒരു പരിപാടിയും നടക്കാതെ വരുമ്പോ അറ്റ കൈക്ക് അവസാനം പറയുന്ന സാധനമാണ് ഇവന് പിശാചാണ്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഒരു പരിപാടിയും നടക്കാതെ വരുമ്പോൾ അറ്റ കൈക്ക് ഏറ്റവും അവസാനം പറയുന്ന പേരാണ് ഇവനെന്തോ പിശാചാണെന്ന്. നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവർ അസ്വസ്ഥത കൊണ്ട് അവർ പറയുന്ന, അവർക്ക് പുറത്താക്കാൻ പറ്റാത്ത ഭൂതത്തെ യേശു പുറത്താക്കിയപ്പോൾ ഈ യേശുവിനെ നോക്കി ഒരിക്കൽ അവർ പറഞ്ഞായിരുന്നു, നീ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. പക്ഷെ യേശു അതിന് നല്ലൊരു മറുപടിയാ കൊടുത്തത്. എടാ അച്ചായ, അവരുടെ സംഘടനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ പൊന്നു സിസ്റ്ററെ, ബ്രദറെ, നിനക്കില്ലാത്ത ഐക്യത പിശാചിനുണ്ടെന്ന് നിനക്കറിയാവൂ. സാത്താൻ ഒരിക്കലും തമ്മിൽ ചിതറിക്കത്തില്ല. നിങ്ങളുടെ ചർച്ച 500 പേരാകുമ്പോൾ 5 പീസാവുന്നേ, ആരും മിണ്ടുന്നില്ല. സാത്താൻ ഒരിക്കലും
തമ്മിൽ ചിതറിക്കത്തില്ല. ഭൂതങ്ങൾക്കൊരിക്കലും ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുക, ഭൂതം ഒരിക്കലും ഭൂതത്തെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ വിശുദ്ധനായ സഹോദരനെ ഉപദ്രവിക്കുന്നുണ്ട്. ആരും മിണ്ടുന്നില്ല. വിശുദ്ധയായ സഹോദരിയെ പല നിലകളിലും ഉപദ്രവിക്കുന്നുണ്ട്. ആരും മിണ്ടണില്ലല്ലോ. പ്രൈസ് ലോർഡ്. പിശാച് ഒരിക്കലും തമ്മിൽ അടി ഉണ്ടാക്കത്തില്ല. അവരുടെ രാജ്യത്തിൽ ഭയങ്കര ഒരു യൂണിറ്റി ഉണ്ട്. ഇതിനേക്കാൾ വലിയ യൂണിറ്റി ദൈവരാജ്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി യേശു കർത്താവ് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെയും ഐക്യതയിൽ നീ ഒന്നാക്കി നിർത്തണം. എന്നാലേ കർത്താവിന്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകത്തുള്ളൂ. കാരണം ഡിമോണിക് കിങ്ഡത്തിൽ, പൈശാചിക രാജ്യത്തിൽ അസാധാരണ യൂണിറ്റിയാണ്. അവര് പലതാണെങ്കിലും ഇവരെല്ലാം ഒന്നിച്ച് കർത്താവിന്റെ രാജ്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ കർത്താവിന്റെ രാജ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എത്രയധികം തമ്മിൽ സ്നേഹവും ഐക്യതയും അണ്ടർസ്റ്റാൻഡിങ് മൈൻഡും ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന രാമീൻ പറഞ്ഞേ. അതല്ലേ, ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ 6000 ഭൂതങ്ങൾ ഒന്നിച്ചിരുന്നു, ലഗ്യോന്റെ ബാധിച്ചവന്റെ മേളിൽ. ഇവിടെ ഇപ്പോ 6000 പേരുള്ള ഒരു ചർച്ച് ഇവിടെ ഉണ്ടാകണമെങ്കിൽ പാസ്റ്റർമാര് പറയണം, ഈ 6000 പേര് ആകട്ടെ. പക്ഷെ ഈ 6000 പേരാകുന്നതിന്റെ ഇടയിൽ എത്ര സ്പ്ലിറ്റ് നടക്കും? എത്ര എണ്ണം ഇതിൽ നിന്ന് പോകും? എത്ര എണ്ണം ഇതിൽ വഴക്കുണ്ടാക്കും? എത്ര എണ്ണം ഇതിൽ തെറ്റിദ്ധരിക്കും? എത്ര എണ്ണം വെളിയിറങ്ങി എന്ന് അതും ഇതും പറയും? ആരും മിണ്ടുന്നില്ലല്ലോ. പക്ഷെ ഇതാ ഒരുത്തന്റെ ശരീരത്ത് ഒരു വഴക്കും ഇല്ലാതെ, ഒരു പിണക്കവും ഇല്ലാതെ 6000 പേര് ഒരു കുഴപ്പമില്ലാതെ ഒന്നിച്ച് വർഷങ്ങളായിട്ടിരിക്കുക. ആരും മിണ്ടുന്നില്ല. അവിടെ സ്പ്ലിറ്റും ഇല്ല, വഴക്കും ഇല്ല, ഒന്നുമില്ല. കാരണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സാത്താൻ ഒരിക്കലും അവരുടെ രാജ്യം തമ്മിൽ ചിത്രിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാൻ വേണ്ടത് ദൈവാത്മാവാണ്. ഒന്ന് കരമടിച്ച്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓക്കെ, 49-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, 8:49 വരുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ അപമാനിക്കുന്നു. കണ്ടോ, നിങ്ങളോ എന്നെ അപമാനം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എന്തേലുമൊക്കെ അപവാദങ്ങൾ കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? നമ്മ കൈവയ്ക്കും. ബുദ്ധിമുട്ടാണോ? ഞാൻ 2 കൈയും പൊക്കാം. നിങ്ങളുടെ പ്രശ്നം മാറിയല്ലോ. യേശു കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 2 കൈയും യേശു ഉയർത്തിപ്പിടിച്ച്. കാരണം എൻ്റെ യേശു കേട്ട പോലെ അപവാദം ഞാൻ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല നീ വ്യഭിചാരപുത്രനാണെന്ന്. മുഖത്ത് നോക്കിയൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ യേശു അനുഭവിച്ച പ്രശ്നമൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഈ ഒരു പാട്ടുണ്ടല്ലോ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെ. അതിനകത്തൊരു സ്റ്റാൻസ് ഉണ്ടല്ലോ, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും
പേരെനിക്കെന്തിനാ. വേണോ? നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. യേശു പറഞ്ഞു, പച്ച വൃക്ഷത്തോട് ഇതാ ചെയ്തതെങ്കിൽ ഉണക്ക വൃക്ഷങ്ങൾക്ക് എത്രയധികം. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. സോഷ്യൽ മീഡിയയിലൂടെ അല്ല, മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ സാക്ഷ്യം ശരിയല്ല. മുഖത്ത് നോക്കി പറഞ്ഞു നീ ഒരു വ്യഭിചാരപുത്രനാണ്. മുഖത്ത് നോക്കി ചോദിച്ചു നിന്റെ അപ്പൻ ആരാടാ. മുഖത്ത് നോക്കി പറഞ്ഞു നീ ഒരു ശമര്യൻ എന്ന് പറഞ്ഞാൽ ജാതിപ്പേരാ, നീ ഒരു ശമര്യനാണ്. മുഖത്ത് നോക്കി പറഞ്ഞു നിനക്ക് ഭൂതമുണ്ട്. മുഖത്ത് നോക്കി അപമാനിച്ചു. എന്നെ ചോദ്യം, എന്നിട്ട് എന്തേലും പറ്റിയോ? ഞാൻ വരിക, മെസ്സേജിലോട്ട് വരിക. ഇന്ന് കർത്താവ് പലരെയും ഇവിടെ ബലപ്പെടുത്തും. എന്നിട്ട് ഈ 52-ാമത്തെ വാക്യത്തിൽ വരുമ്പം കേട്ടോ പാസ്റ്ററെ, ഈ ആദ്യം ഇത് പറഞ്ഞപ്പോ യേശു മൈൻഡ് ചെയ്തില്ല. ഈ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം പിന്നെയും കുത്തും. 52-ാമത്തെ വാക്യത്തിൽ പിന്നെ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഹലോ, നിനക്ക് ഭൂതം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 57-ാമത്തെ വാക്യത്തിൽ വരുമ്പം മെച്യൂരിറ്റിയെ ക്രോസ് ചെയ്യുകയാണ്. നിനക്ക് 50 വയസ്സായിട്ടില്ല. നിനക്ക് എത്ര പ്രായമുണ്ട്? നീ പയ്യനാ, നീ ചെറുപ്പക്കാരനാ, നിനക്ക് പക്വതയില്ല. യു ആർ നോട്ട് മെച്യൂർഡ്. നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കണം, അവൻ കടന്നു പോകുമ്പോൾ, ഇനി ലിസൺ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വളരെ രസകരമായ രീതിയിലാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഈ പക്വതയില്ലാത്തവനെന്ന് പ്രായം പറഞ്ഞ് വിമർശിക്കുമ്പോൾ, ഇനി 58-ന്റെ 59 വന്നേ, 8-ന്റെ 59 വന്നേ. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. ഇനി 60-ാമത്തെ വാക്യമുണ്ടോ? പിന്നെ ഇനി ഏത് വാക്യേ ഉള്ളൂ? 9-ന്റെ 1 ഉള്ളൂ. ഇനി 9-ന്റെ 1 വായിച്ചേ. അവൻ കടന്നു പോകുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ അപ്പൊ എന്തിലൂടെ കടന്നുപോയി? അപമാനിച്ചവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? ഭൂതമുണ്ടെന്ന് പറഞ്ഞവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? ശമര്യൻ എന്ന ജാതിപ്പേര് വിളിച്ചവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? നിനക്ക് മെച്യൂരിറ്റി ഇല്ല, പക്വതയില്ല എന്ന് പറഞ്ഞവർ ഇടയിലൂടെ കടന്നുപോയി. എന്തിലൂടെ കടന്നുപോയി? എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരത്തിനുണ്ടായിരുന്നു. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത്. This is the message. La brataya kalana maus rima kanamama shanamama maratalamana. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് അവന്റെ കരത്തിനുണ്ടായിരുന്നു.
അവന്റെ കൈക്കുണ്ടായിരുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. നോക്കിയേ, ഈ വെല്ലുവിളിയുടെ നടുവിലും, ഈ ചോദ്യത്തിന്റെ നടുവിലും, ഈ പ്രതിസന്ധിയുടെ നടുവിലും എന്റെ ചോദ്യം നിങ്ങളോട്, ഐ ആം ആസ്കിംഗ് ടു യു മൈ ബിലോവ്ഡ് സിസ്റ്റേഴ്സ് ആൻഡ് മൈ ബ്രദേഴ്സ്, നിനക്ക് ഭൂതമാണെന്ന് പറഞ്ഞവരുടെ ഇടയിൽ എനിക്ക് പരിശുദ്ധാത്മാവാണെന്ന് യേശു തെളിയിക്കാൻ പോയോ? തെളിയിക്കാം. നിന്റെ അപ്പൻ ആരാണെന്ന് ചോദിച്ചവരുടെ ഇടയിൽ എന്റെ അപ്പൻ ആരാണെന്ന് നിനക്ക് അറിയാവോടാ എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോയോ? നീ ശമര്യനാണെന്ന് പറഞ്ഞവരുടെ ഇടയിൽ ഞാൻ യഹൂദാഗോത്രത്തിലെ സിംഹമാണെന്ന് തെളിയിക്കാൻ പോയോ? യേശുവിന്റെ ഫോക്കസ്, യേശുവിന്റെ നോട്ടം ഈ അസൂയ പിടിച്ചവന്മാരെ ആയിരുന്നില്ല. യേശുവിന്റെ നോട്ടം പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിലേക്കായിരുന്നു. യേശുവിന്റെ ഫോക്കസ് ഇവരിലേക്കായിരുന്നില്ല. എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കയ്യിലെ കല്ലെണ്ണുകയല്ലായിരുന്നു ക്രിസ്തു. അവിടെ വല്ല ചെകിടനോ കുരുടനോ മൂടന്തനോ ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു. ഇന്ന് പകൽ നിന്റെ ഫോക്കസിലേക്ക് നീ തിരിയണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന, ഐ ആം സ്ട്രെങ്തനിങ് യു മൈ ബിലോവ്ഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇത് സ്പിരിറ്റ് പ്രൊവോക്കേഷൻ ആണ്. ഹല്ലേലൂയ. ഇത് പൈശാചിക മേഖലകൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇറ്റ്സ് എ സ്പിരിറ്റ് പ്രൊവോക്കേഷൻ. ഇന്ന് ചില സ്ഥലങ്ങളിൽ യേശു പ്രൊവോക്ഡ് ആയിട്ടുണ്ട്. Some areas and sometimes the spirit is provoked. ഹെരോദാവ് വന്ന് പറഞ്ഞു ഇവിടെ പ്രാർത്ഥന നടത്താൻ പറ്റുകയില്ല. ഹെരോദാവിന്റെ ആളുകൾ വന്ന് പറഞ്ഞു ഇവിടെ പ്രയർ നടത്താൻ പറ്റുകയില്ല. ഇപ്പോൾ നീ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് നീ പോണം. ഇനി ഇവിടെ മീറ്റിംഗ് നടത്താൻ പറ്റുകയില്ല. ഉടനെ യേശുവിന്റെ സ്പിരിറ്റ് പ്രൊവോക്ഡ് ആയിട്ട് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്നവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവനോട് പറ, ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇവിടെ യോഗം നടത്തുന്ന കുറുക്കനോട് പോയി പറയാൻ പറഞ്ഞു. ആരും മിണ്ടുന്നില്ലല്ലോ. ഈ യേശുവിനെ സേവിക്കുന്നവർക്കൊന്ന് കൈയടിക്കാം. ഈ യേശുവിനെ, ഇറ്റ്സ് എ ജെന്യുയിൻ തിങ്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ, ആമേൻ. ദൈവഹിതമില്ലാത്തൊരു കാര്യം പീറ്റർ പറയുമ്പോൾ, യേശുവിന്റെ വിഷൻ ഓപ്പോസിറ്റ് ആയ ഒരു കാര്യം പത്രോസ് പറയുമ്പോൾ, പത്രോസിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യൻ അപ്പോസ്തലനാ, ഒന്നാമനാ. പക്ഷെ മോത്ത് നോക്കി പറഞ്ഞു, സാത്താനെ ഇങ്ങോട്ട് മാറിയിക്കടാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അല്ലാതെ നമ്മളാരും ചിന്തിക്കുന്ന പോലെ കണ്ണാടി പെട്ടിക്കകത്തിരിക്കുന്ന മടിയിൽ ഒരു പൂവൊക്കെ പിടിച്ചിരിക്കുന്ന കുഞ്ഞുണ്ണി യേശു മശിഹായ അല്ലിത്. ആരും മിണ്ടുന്നില്ലല്ലോ. അവൻ നടന്നു, അവൻ പ്രവർത്തിച്ചു, അവൻ കരഞ്ഞു, അവൻ അപവാദമേറ്റു, നിന്ദകൾ സഹിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അവന് വിശന്നു, അവൻ പൈശാചിക മണ്ഡലത്തോട് എതിർത്തു നിന്നു. യെസ്, ഇന്ന് പകൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ കിടന്നവരെ അവൻ വിടുവിച്ചു. അപ്പൊ അപമാനത്തിന്റെ വേദന ക്രിസ്തുവിനറിയാം, നിന്ദയുടെ വേദന ക്രിസ്തുവിനറിയാം, പരിഹാസത്തിന്റെ വേദന ക്രിസ്തുവിനറിയാം, റിജക്ഷന്റെ പെയിൻ എന്താന്ന് അവൻ അറിയാം. ഒരു സമൂഹം എതിർത്തുകൊണ്ട് കയ്യിൽ കല്ലുമായി നിൽക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മൂവ് എന്താണെന്ന് അവൻ അറിയാം. ഇന്ന് പകൽ എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന, പാപമൊഴികെ സകലത്തിലും ഞാൻ പോയ സകല റൂട്ടിലും പോയവനാണ് എന്റെ കർത്താവ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, പാപമൊഴികെ സകലത്തിലും. യൂദ യേശുവിന് പണി കൊടുക്കാൻ വെയിറ്റ് ചെയ്യുക. അകത്ത് ഭയങ്കര പ്ലാനിങ് നടക്കുക. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത്, ശിഷ്യന്മാർ ഒന്നിച്ച് കഴിക്കാനിരിക്കുന്ന സമയത്ത് യൂദയുടെ അടുത്തോട്ട്, നമ്മൾ ഈ
കസേര ഇട്ടിരിക്കുമ്പം യേശുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, യൂദ നമുക്കൊന്നിച്ച് കഴിക്കാം, ഇരുന്നോട്ടോ മോനെ ഇരിക്കും. യൂദായിരുന്നു. ഇവിടെ പത്രോസും ശിഷ്യന്മാരും എല്ലായിരുന്നു. ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇവരാരും കേട്ടില്ല. യൂദായുടെ കാതയിലോട്ട് പറഞ്ഞു, നീയേ പ്ലാനിങ്ങിലാന്ന് എനിക്കറിയാം, നീ എന്നാണോ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അത് നീ പെട്ടെന്ന് അങ്ങ് ചെയ്യ് കേട്ടാ. യൂദ ഞെട്ടിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 28-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചു, അവൻ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതെന്താണെന്നുള്ളത് പന്തിയിലിരുന്നവരാരും അവൻ അറിഞ്ഞു പോലും ഇല്ല. പക്ഷെ പറയാനുള്ളവനോട് കൊടുക്കാനുള്ളവന് കൊടുത്തു. വേറെ ഒരെണ്ണം അറിഞ്ഞില്ല. അവന്റെ വായിലെല്ലാ റൊട്ടിയും ഇതുമായിട്ടിരുന്ന യുവമാരാരും ഇതെന്തോ നടന്നെന്നൊന്നും അറിഞ്ഞില്ല. പക്ഷെ യൂദ എഴുന്നേറ്റ് പോയി. യൂദ സ്റ്റാൻഡ് വിട്ടു പോയി. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. കാരണം യൂദായുടെ സ്പിരിറ്റിനെ കണ്ടോ, കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. നീ എന്താണോ പ്ലാൻ ചെയ്യുന്നേ, നീ അകത്ത് പ്ലാൻ ചെയ്യുന്ന എനിക്കറിയാം. നീ അതങ്ങ് പെട്ടെന്ന് ചെയ്താട്ടെ. നീ അത് ചെയ്താൽ മാത്രമേ എൻ്റെ പിതാവിന് ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാവോ? ഇന്ന് പകൽ പൈശാചിക മേഖലകൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവത്തിന്റെ ആത്മാവിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, അതെല്ലാം നിനക്കൊരു ഉയർപ്പാക്കി ദൈവം മാറ്റി. കരമടിച്ച് അതെല്ലാം നിനക്കൊരു ഉയർപ്പാക്കി ദൈവം മാറ്റി. അതെല്ലാം നിന്റെ വളമാക്കി ദൈവം മാറ്റി. കർത്താവ് നിന്നെ ഉയർത്തും. ദൈവം നിന്റെ തലമുറയെ ഉയർത്തും. പൈശാചിക മേഖലകൾ നിനക്കെതിരെ പ്ലാൻ ചെയ്യുന്ന സകല പദ്ധതികളെയും യേശുവിൻ നാമത്തിൽ ഈ പകൽ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. വേദപുസ്തകം പറയുന്നു, എബ്രായർ 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഹല്ലേലൂയ. അപമാനം അലക്ഷ്യമാക്കി. ഹല്ലേലൂയ. പക്ഷെ കുരിശിനെ അതിന് ബൈപ്പാസ് ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ ഈ പറയുന്നേ, ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്താൻ നമ്മൾ എടുക്കേണ്ട ചില കുരിശുകളുണ്ട്. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ എൻ്റെ കുരിശെടുത്ത് തന്നെ. ചിലരിങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്, ഈ ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ തെറ്റായി പറയാറുണ്ട്. നിങ്ങൾ എൻ്റെ കുരിശെടുത്ത് തന്നെ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കർത്താവിന്റെ കുരിശിനെ ആരും എടുക്കേണ്ടത് കർത്താവ് എടുത്തു. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ക്രോസാണ്. അവനവൻ നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ, ദൈവത്തിന് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ നമ്മൾ കടന്നു പോകേണ്ട ചില സഫറിങ്ങുകളും ചില സ്ട്രഗിളുകളും ചില പ്രതിസന്ധികളും ഉണ്ട്. നമ്മൾ അതിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനും ഇരുത്തേണ്ടടുത്ത് ഇരുത്തുവാനും മാനിക്കേണ്ടടുത്ത് മാനിക്കുവാനും കഴിയത്തുള്ളൂ. ജോസഫിനെ ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം അവനെ അവിടുത്തെ ഗവർണറാക്കി മിനിസ്റ്ററാക്കി ദൈവത്തിന് മാറ്റാമായിരുന്നു. പക്ഷെ സ്വപ്നം കണ്ട ജോസഫ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിലൂടെ പോകേണ്ടി വന്നു. തന്റെ സ്വപ്നത്തിൽ പൊട്ടക്കിണറോ, പൊത്തീഫറിന്റെ ഭാര്യയുടെ അപമാനമോ അപവാദമോ, സഹോദരന്മാരുടെ പ്രതിസന്ധിയോ, മിസ്രൈമി അടിമച്ചന്തയിൽ വസ്ത്രരഹിതനായി നിൽക്കുന്ന അനുഭവങ്ങളോ,
ഇതൊന്നും ജോസഫ് കണ്ടില്ല, കാരാഗ്രഹമോ ഒന്നും കണ്ടില്ല. പക്ഷെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലൂടെ താൻ പോയി ദൈവിക സ്വപ്നങ്ങളിൽ അദ്ദേഹം എത്താൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൈശാചിക മേഖലകളല്ല, പൈശാചിക മേഖലകൾ കൊണ്ടുവരുന്നതിനെ ഡീൽ ചെയ്യണം. എന്നാൽ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചിലതുണ്ട്. ആരും മിണ്ടുന്നില്ല. ഇപ്പൊ പൈശാചിക മേഖല നമ്മളെ അറ്റാക്ക് ചെയ്താൽ അത് ദൈവം തന്ന സമ്മാനമാണെന്ന് പറഞ്ഞിരിക്കരുത്. തിരിച്ചും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യേശു പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് ഫലമുള്ളതിനെ അധികം ചെത്തി വെടിപ്പാക്കുന്നു. എന്റെ ചോദ്യം, വീട്ടിൽ റോസാ ചെടി വളർത്തിയിട്ടുള്ള എത്ര പേരുണ്ട്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. സഹോദരിമാരാണല്ലോ കൂടുതലും കൈ പൊക്കുന്നത്, സഹോദരന്മാർക്കും കൈ ഉയർത്താം. ഈ റോസ നിങ്ങൾ വെട്ടിയിട്ടുണ്ടോ? റോസ എന്തിനാ നിങ്ങൾ വെട്ടിയേ? ഒന്നാമത്തെ ചോദ്യം, എന്ത് കാരണം കൊണ്ടാണ് റോസ വെട്ടിയത്? അതിൽ പൂ വന്നത് കൊണ്ടല്ലേ വെട്ടിയേ? പൂ വന്ന് ഇതളുകളെല്ലാം പൊഴിഞ്ഞുപോയി, അതിന്റെ കമ്പ് ഇങ്ങനെ നിന്നപ്പോ നിങ്ങൾ വെട്ടി. ഫലം കായ്ച്ചത് കൊണ്ട്, പൂ വന്നത് കൊണ്ടല്ലേ റോസ വെട്ടിയേ? ആണോ? ഫലം ഇല്ലായിരുന്നേ വെട്ടുവോ? പൂ വന്നില്ലായിരുന്നേ വെട്ടുവോ? അപ്പൊ പൂവുള്ള കമ്പ് എന്തിനാ വെട്ടിയേ? അധികം പൂ വരാൻ. അപ്പൊ ദൈവം തന്നെ നമ്മളെ ചെത്തുന്ന, ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചില യുദ്ധങ്ങളുണ്ട്, ചില പോരാട്ടങ്ങളുണ്ട്, ചില കഷ്ടതകളുണ്ട്. അത് ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ഒന്നാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജഡത്തിൽ ഞാൻ അനുഭവിക്കുന്നൊരു ശൂലമുണ്ട്. ഞാൻ ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ചു, ദൈവമേ ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. ഞാൻ അലറിക്കൂവി പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഹല്ലേലൂയ. അപ്പൊ അധികം ഫലം കായ്ക്കുന്നതിനെ ദൈവം ചെത്തി വെടിപ്പാക്കുന്നു. ദൈവം നിങ്ങളെ ചെത്തുന്നെങ്കിൽ, ദൈവം നിങ്ങളാകുന്ന കമ്പ് വെട്ടിയെങ്കിൽ, ദൈവം നിങ്ങളെ ഉടയ്ക്കുന്നെങ്കിൽ അതിനകത്തൊരു കാരണമുണ്ട്. നിങ്ങൾ എവിടൊക്കെയോ ഫലം കായ്ച്ചിട്ടുണ്ട്, എവിടൊക്കെയോ പ്രയോജനപ്പെട്ടിട്ടുണ്ട്, എവിടൊക്കെയോ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഫലം കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെത്തൽ നിങ്ങളെ ഉണക്കിക്കളയാനല്ല, നിങ്ങളെ അവസാനിപ്പിക്കാനല്ല. നീ അധികം പൂവിടാൻ പോവുകയാണ്, നീ അധികം ഫലം കായ്ക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഇത് നിന്നോടുള്ള ഒരു ആലോചനയാണ്. Oh Shanamana Diantala Maharatias. Laikana Mama Shantana Mamas. Thank you, Holy Spirit. Thank you, Holy Spirit. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, അവൻ ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഇന്ന് ചില സഹനങ്ങളിലൂടെ പോകുന്നവർ എഴുതി വെച്ചുകൊള്ളുക, നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ആ ചെയറിനകത്ത് നിന്നെ എത്തിക്കുവാൻ വേണ്ടി ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണ്. ഈ പരീക്ഷകൾ നീണ്ടവയല്ല, ഈ പരീക്ഷകൾ നിലനിൽക്കുന്നവല്ല. ഈ പരീക്ഷകൾ നിന്റെ പ്രമോഷനുകളാക്കി ദൈവം മാറ്റും. യേശുവിൻ നാമത്തിൽ ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലും, നിന്റെ തലമുറയുടെ മേലും, നിന്റെ കുടുംബത്തിന്റെ മേലും ദൈവം ചെയ്യും. Thank you, Holy Spirit. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളോടാണ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഇത്
അപ്പോസ്തലനായ പൗലോസ് പറയണമെങ്കിൽ, എബ്രായ സഭയോട് ഇത് അറിയിക്കണമെങ്കിൽ, നിങ്ങൾക്കറിയാവോ, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. മടുപ്പിക്കാൻ നോക്കും. നമ്മൾ ഈ വചന ശുശ്രൂഷിക്കുമ്പോൾ പാസ്റ്റർ ഇത് തിരിച്ചറിയേണ്ടത്, സത്യം ഞാൻ പറയുന്നത്, എന്റെ ചങ്കിനകത്തുനിന്നായി പറയുന്നേ. ഈ വചനം നമ്മൾ ശുശ്രൂഷിക്കുമ്പോ, ഇപ്പൊ ഞാൻ വചനം പ്രസംഗിക്കുക, എനിക്കിത് ചിലർ ഉറങ്ങുന്നത് കാണാം, എനിക്ക് അവരോട് ഒരു കുഴപ്പമില്ല. ചിലർ സ്വീകരിക്കുന്ന കാണാം, ചിലരുടെ ശരീരത്തിൽ ഇത് അനുഭവമാകുന്നത് കാണാം. വചനം പ്രസംഗിക്കുമ്പോ ഏറ്റെടുക്കുന്നവനിൽ മാത്രമേ അത് എഫക്ട് ചെയ്യൂ. കേൾക്കുന്നോ? യെസ് മോനെ. അതുമാണ് ബൈബിൾ പറയുന്നത്, വിശ്വസിക്കുന്നവരിലെ അതെന്ത് ചെയ്യൂ? വ്യാപരിക്കൂ. അപ്പൊ ഇതിനകത്ത് 300 പേര് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ വചനം പ്രസംഗിക്കുമ്പോ 300 പേരിലും ഈ വചനം എഫക്ട് ചെയ്യത്തില്ല. കാരണം ഞാൻ ആരെ അഡ്രസ് ചെയ്യുന്നില്ല, ഞാൻ പൊതുവായി നിന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങളാണ് അവിടെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത്. നിങ്ങളത് വ്യക്തിപരമായി സ്വീകരിക്കുമ്പോഴാണ് അത് നിങ്ങളിൽ എഫക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ബാത്റൂമിൽ, നിങ്ങളുടെ വാഷ്റൂമിൽ സോപ്പ് ഇരിപ്പുണ്ട്. ആ സോപ്പ് ആ ബാത്റൂമിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് പോകത്തില്ല. നിങ്ങൾ അത് എടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്താലേ നിങ്ങളുടെ അഴുക്ക് പോകും. You understand me what I say? അതാണ് വചന ശുശ്രൂഷയുടെ പ്രത്യേകത. പക്ഷേ അപ്പൊ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. പ്രസംഗിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. പ്രസംഗിച്ചിട്ട് പോവുകയാണെങ്കിൽ, പ്രസംഗിച്ചിട്ട് മാത്രം പോകുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവന് വേണ്ട. പക്ഷേ ഒരു തകർന്ന കുടുംബത്തെ ഫ്രണ്ടിൽ പിടിച്ചു നിർത്തി അവനെ ആത്മാവിൽ നാവിഗേറ്റ് ചെയ്ത് അവന്റെ ഡീറ്റെയിൽസ് സ്പിരിച്വൽ റിലത്തിൽ പിടിച്ച് പിശാച് അവനെ എവിടെ ലോക്ക് ചെയ്തെന്ന് ആത്മാവിൽ മനസ്സിലാക്കി അവന്റെ തലയെ കൈകൊണ്ട് കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് നരകത്തോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അത് നരകത്തോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. നടക്കാൻ മേലാത്ത രോഗിയാക്കി കിടക്കയിലാക്കിയ ഒരുത്തന്റെ തലയിൽ കൊണ്ട് കൈവച്ച് അവന്റെ ഭൂതത്തെ പുറത്താക്കി അവനെ സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുമ്പോൾ ഇത് ഡയറക്റ്റ് അടിയാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്നും പറഞ്ഞിട്ട് പോയി ഇരിക്കുന്ന ആൾക്ക് ഫൈറ്റ് ഇല്ല. കാരണം പുള്ളി പറഞ്ഞത് ഇഷ്ടമുള്ളവൻ എടുത്തു, ഇഷ്ടമുള്ളവൻ എടുത്തില്ല. പക്ഷേ ഒരുത്തന്റെ തലയിൽ കൊണ്ട് കൈവച്ചും അവന്റെ വിഷയത്തിനകത്ത് കയറി അവന്റെ ബന്ധനത്തെ പൊട്ടിച്ചും അവനെ വിടുവിച്ചെടുക്കുമ്പോൾ ഇത് നരകത്തെ നേരിട്ടടിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന്റെ മഹത്വം. ഒളിച്ചിരുന്ന ഒരു കള്ളനെ അവനെ കണ്ടുപിടിച്ചാൽ ഇവൻ അറ്റാക്ക് ചെയ്യും. ഈ പ്രൊഫറ്റിക് മിനിസ്ട്രിയും ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത് വർഷങ്ങളായി നീ പോലും അറിയാതെ നിന്നെ തകർക്കാൻ അകത്തൊളിച്ചിരുന്ന ഈ കള്ളനെ ആത്മതലത്തിൽ അറസ്റ്റ് ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു,
ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. ജീവിച്ചിരിക്കുമോ എന്ന് തോന്നുമാറ് ഞങ്ങൾ ശക്തിക്കു മീതെ അത്യന്തം ഭാരപ്പെട്ടു. പൈശാചിക ശക്തികൾ അപ്പോസ്തലന്മാർക്കെതിരെ നിന്നപ്പോൾ മദ്യപാനത്തിൽ കിടക്കുന്ന ഒരു സഹോദരൻ അവനോട് പോയി പേഴ്സണലി സുവിശേഷം പറഞ്ഞ് അവന്റെ തലയിൽ കൈവച്ച് അവന്റെ മേലുള്ള മദ്യപാനത്തിന്റെ ആസക്തിയുടെ ഭൂതത്തെ ശാസിച്ച് പുറത്താക്കി. വചനം അവന്റെ അകത്ത് കൊടുക്കുമ്പോൾ 20 വർഷം 15 വർഷം അവനെ കൊണ്ട് നടന്ന പാതാള ഗോപുരത്തെ ഡയറക്റ്റ് കയറി അടിച്ചതാ. അല്ലാതെ ഈ വചനങ്ങളാലുള്ള അനുഗ്രഹം അല്ല. പിടികിട്ടുന്നോ? അതുകൊണ്ട് ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്യുന്നവർക്കെതിരെ വിരളി ഉണ്ടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർ കേരളത്തിൽ എഴുന്നേക്കണം, അല്ലെങ്കിൽ പിശാചിന്റെ എണ്ണം കൂടും. കുടുംബജീവിതം തകർത്തത് ദൈവമാണോ? നിന്നെ രോഗിയാക്കി കസേരയിരുത്തിയിരിക്കുന്ന ദൈവമാണോ? നിന്റെ സാമ്പത്തിക നന്മകളെ അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് നിന്നെ ഒതുക്കിക്കളഞ്ഞത് ദൈവമാണോ? അവന്റെ രാജ്യത്തിൽ കയറി യേശു പറഞ്ഞു, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കോപ്പ് കവരാൻ കഴിയത്തില്ല. എല്ലാവനെയും കൊണ്ടും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. അഭിഷേകത്തിൽ ആരോഗ്യമുള്ളവനെയും കൊണ്ട് അത് പിടിച്ചു കെട്ടാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ബെന്നിഹിന്മാരുണ്ടാകട്ടെ, ഇനിയും റെയ്നാട് ബോങ്കമാരുണ്ടാകട്ടെ, ഇനിയും MA വർഗീസുമാരുണ്ടാകട്ടെ, ഇനിയും അഭിഷിക്തന്മാരുണ്ടാകട്ടെ, ഇനിയും ടിനു ജോർജുമാരുണ്ടാകട്ടെ. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിയിട്ട് എന്തിനാ? കൈ ചെങ്ങലയും കാലാമത്തിലും പോയതപ്പോഴാ? ജീവിതത്തിൽ ഇന്ന് വരെ പാട്ടുപാടി കൈയടിച്ച് പാട്ടുപാടാൻ പോലും പറ്റാത്ത രീതിയിൽ കാലും കൈയും കൂട്ടി ചെങ്ങലക്കകത്തിട്ട് ജയിലിൽ പോയത് എന്ത് ഡീൽ ചെയ്തപ്പോഴാ? എന്തിനെ ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാ? വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന സ്ത്രീയുടെ മേളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ. കണ്ടോ? പിശാചിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവന്റെ ആളുകൾ പൗലോസിനെതിരായി. പുള്ളിയെ പിടിച്ച് ജയിലിലാക്കി. ഇനി മടുപ്പിക്കുവോ? 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 പക്ഷെ രാത്രിയിൽ ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. കൈയും കാലും പൂട്ടിയെങ്കിലും നാക്ക് ലോക്കിടാൻ പറ്റിയില്ല. എന്ത് ഡീൽ ചെയ്തപ്പോഴാണ് ജയിലിൽ പോകേണ്ടി വന്നേ? അപ്പൊ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നവർക്കെതിരെ നീ തിരിയാണോ വേണ്ടത്? അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നീ പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. 1 വർഷം 5 വർഷം 7 വർഷമൊക്കെ ഒരു ചർച്ചിൽ പോയി ആരാധിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി മടുപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലരുടെ പെരുമാറ്റവും ചിലരുടെ സ്വഭാവവും
ചിലരുടെ ഇടപാടുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യാത്തത് ചെയ്തെന്നും അറിയാത്തത് അറിഞ്ഞെന്നും പറയാത്തത് പറഞ്ഞെന്നും പറയുമ്പോൾ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യ കുഞ്ഞു പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി അനുഭവിച്ചവൻ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരാതിരിക്കുമ്പോൾ മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വചനം പറയുന്നു, ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ നിനക്ക് മുൻപേ ഇതൊക്കെ നേരിട്ട ഒരുത്തനുണ്ട്. 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 നീ അവനെ ധ്യാനിക്കുക. ചില മണിക്കൂറുകളുടെ, മിനിറ്റുകളുടെ വെല്ലുവിളികളിലൂടെ, അപമാനങ്ങളിലൂടെ കടന്നുപോയ ക്രിസ്തു ജന്മന പ്രതിസന്ധിയിലിരിക്കുന്നവനെ കാണുകയാണ്. പിറവിയിലെ കുരുടനെ കാണുകയാണ്. നിങ്ങളോടൊരു ദൂത് ഞാൻ പറയുന്നു. നിന്റെ മണിക്കൂറുകളുടെ, ആഴ്ചകളുടെ വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ചിലരുടെ ജന്മനാ ഉള്ള പ്രതിസന്ധികൾക്ക് വിടുതലിന് കാരണമായി തീരാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. നിന്റെ മണിക്കൂറുകളുടെ, ആഴ്ചകളുടെ വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ, ജന്മനാ വർഷങ്ങളായി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചിലർക്ക് നീ ഒരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, നിന്റെ ശത്രുവിനേക്കാൾ നീ ശക്തനാണ്. അല്ലേ? എറിയാൻ ഈ കല്ലും കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനോടൊന്ന് പറഞ്ഞേ ആ അന്തന്റെ കണ്ണെന്ന് തുറക്കാൻ. അവനെ കൊണ്ട് പറ്റുമോ? ഈ എറിയാൻ കയ്യിൽ കല്ലും പേനയായിട്ട് നിൽക്കുന്നവനോടൊന്ന് പറഞ്ഞേ ആ ഭൂതത്തെ ഒന്ന് പുറത്താക്കാൻ. അവനെ കൊണ്ട് പറ്റുമോ? ഈ വിമർശിക്കുന്നവനോടൊന്ന് പറഞ്ഞേ ഒരു 100 പേരെ ഒന്ന് സ്നാനപ്പെടുത്താൻ. അവനെ കൊണ്ട് പറ്റുമോ? അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിന്റെ ശത്രുവിനേക്കാൾ നീ ശക്തനാണ്. ഒരുത്തൻ നിന്നെ പിന്നീന്ന് കുത്തുന്നെങ്കിൽ ഓർത്തോണം, നീ അവനേക്കാൾ മുൻപിലാണ്. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 3 കാര്യങ്ങൾ പറഞ്ഞ് നിർത്താൻ പോവാ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഈ കുരുടന്. 3 പ്രത്യേകതകൾ. അത് ഞാൻ പെട്ടെന്ന് പറയാം. 1, ഇവൻ ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. 2, ഇവൻ വേഗത നഷ്ടപ്പെട്ടവനായിരുന്നു. 3, ഇവൻ പുതുമ നഷ്ടപ്പെട്ടവനായിരുന്നു. 1, എല്ലാം ഉണ്ടായിരുന്നിട്ടും ഇവന്റെ ഭാവി ഇവന് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളവർ ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം, ഈ വചനഭാഗം പഠിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാള് ഭിക്ഷക്കാരനായത് എന്തുകൊണ്ടാണ്? ആരും ഈ ഭൂമിയിൽ ഭിക്ഷക്കാരനായി ജനിക്കുന്നില്ല. പിന്നെ അവൻ എന്തുകൊണ്ട് ഭിക്ഷക്കാരനായി? സാഹചര്യം അല്ലേ? പക്ഷെ നിങ്ങൾ ഇവന്റെ സാഹചര്യം നോക്കിക്കോണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ആരോരും ഇല്ലാത്തോണ്ട് ഭിക്ഷക്കാരനായി, നോക്കാൻ ആളില്ലാത്തോണ്ട് ഭിക്ഷക്കാരനായി, ജോലി ചെയ്യാൻ മേലാത്തോണ്ട് ഭിക്ഷക്കാരനായി,
മാനസിക പ്രശ്നമുള്ളത് കൊണ്ട് ഭിക്ഷക്കാരനായി. പക്ഷെ നിങ്ങൾ ഇവന്റെ സാഹചര്യം ഒന്ന് നോക്കണം. ഒന്ന്, ഇവൻ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, ഇവന് സ്വന്തമായി വീടുണ്ടായിരുന്നു. അതാണ് യോഹന്നാൻ 9:20. 9:20 അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. എന്ന് വെച്ചാൽ ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോ ഈ യഹൂദന്മാരെല്ലാം കൂടെ അവന്റെ വിടുതലൊന്നും അല്ലല്ലോ അവരുടെ വിഷയം. ഈ യഹൂദന്മാരെല്ലാം കൂടെ ഇവന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് പേരൻസിനെ വിളിച്ചിറക്കി ചോദിച്ചു, നിങ്ങളുടെ മകൻ എങ്ങനെയാ സൗഖ്യമായി? ഡീറ്റെയിൽസ് വേണം. അപ്പൊ ഉടനെ അപ്പനും അമ്മയും പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ മകനാണ്, ഞങ്ങളുടെ മോനാണ്, പക്ഷെ അവൻ കുരുടനായി ജനിച്ചു. അപ്പോ ഇവന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നോ? പറ. വീടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? ഇനി ഇതിലെല്ലാം ഉപരിയായി ഇവനൊരു പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇവന് ഒരു ചർച്ചിന്റെ അംഗമായിരുന്നു, ഒരു സിനഗോഗിന്റെ ഭാഗമായിരുന്നു. യോഹന്നാൻ 9:22. 9:22. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞു. ക്രിസ്തുവിനെ ഏറ്റു പറയുന്നവർ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിച്ചവനെ, ഏറ്റെടുത്തവനെ പള്ളിയിലെ രജിസ്ട്രി എന്ന് പേര് വെട്ടും. അന്നും വെട്ടും, ഇന്നും വെട്ടും. ആരും മിണ്ടുന്നില്ല. ഇവരിവിടെ ഇരിപ്പുണ്ടല്ലോ. പള്ളിയിൽ നിന്ന് പേര് വെട്ടും. അപ്പൊ പേരില്ലാത്ത അകത്തുള്ളവനെ അല്ലേ പുറത്താക്കാൻ പറ്റൂ? അപ്പൊ ഇവൻ അകത്തുള്ളവനാ. അപ്പൊ വീടുണ്ട്, അമ്മയപ്പന്മാരുണ്ട്, പള്ളിക്കാരുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്. ഇനി ഇവൻ വലിയ പുള്ളിയാന്നുള്ളതിന്റെ തെളിവാ യോഹന്നാൻ 9:35. ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി കേട്ടോ. എന്തായാലും കർത്താവ് കണ്ടിട്ടുണ്ടേ കൊണ്ടേ പോവും. പുറത്താക്കി. 35ാമത്തെ വാക്യം നോക്കിയ, അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അവനെ പുറത്താക്കി. അപ്പം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്ന്, അവന്റെ പേരൻസ് ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാലേ യേശോ മശിഹ, യേശു കർത്താവ് സംസാരിച്ചത് 12 അതിൽ താഴെ വാക്യങ്ങളേ ഉള്ളൂ. 12-ൽ താഴെ വാക്യങ്ങളേ ഉള്ളൂ. ബാക്കി മുഴുവൻ സംസാരിച്ചത് നാട്ടുകാരാണ്. ഇവന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ അങ്ങ് ഇളകി. അപ്പൊ നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം അവൻ ഉണ്ടായിരുന്നിട്ടും അവനൊന്നുമല്ലാത്തവനായി മാറി. ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് ചില കുടുംബങ്ങളോട് സംസാരിക്കുകയാണ്. നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ, മുന്നേറാൻ എല്ലാ സാഹചര്യങ്ങളും നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല, നിനക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. എവിടെയോ നീ ലോക്കായി പോയി. ഇന്ന് നിന്നെ തിരക്കി കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അതെ, നിന്നെ തിരക്കി കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത് കുരുടന്റെ പ്രത്യേകത, അവൻ വേഗത നഷ്ടപ്പെട്ടവനാണ്. കുരുടന്മാർക്ക് വേഗതയുണ്ടോ? നിങ്ങളെ പോലെ ഓടി ബസ്സിൽ കയറാൻ പറ്റുമോ? പെട്ടെന്ന് കയറി വരാൻ പറ്റുമോ? വളരെ സ്ലോയിൽ മാത്രമേ അവർക്ക് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. വേഗത നഷ്ടപ്പെട്ടവൻ. ഇന്ന് ചിലതിന്റെയൊക്കെ വേഗത കുറഞ്ഞവർ, ചിലതൊക്കെ ഇങ്ങനെ എഴയുകയാണ്, മന്ദഗതിയിൽ നീങ്ങുകയാണ്. യേശു തൊട്ടാൽ, ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ കണ്ണ് സൗഖ്യമായി, ഇവൻ ശീലോഹാം കുളത്തിൽ പോയി ഇവന്റെ കണ്ണ് കഴുകി, അവൻ സൗഖ്യം പ്രാപിച്ച്
ഇവൻ തിരിച്ചു വരുമ്പോൾ പോയവനെ പോലെയാണോ അവൻ തിരിച്ചു വന്നേ? അവൻ ഇങ്ങനെ തപ്പി തടഞ്ഞ് പോയി, വെള്ളത്തിലിറങ്ങി, കണ്ണ് കഴുകി തിരിച്ചു വരുമ്പോ പോയ സ്പീഡിലാണോ തിരിച്ചു വരുന്നേ? ഇന്ന് പകൽ കർത്താവിന്റെ സ്പർശനം നിന്റെ വേഗതയെ വർദ്ധിപ്പിക്കും. In the name of Jesus. മോശയുടെ വടി സാക്ഷ്യകൂടാരത്തിൽ വെച്ചപ്പോൾ സംഖ്യ 17:7-8 എഴുതിയിട്ടുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തു. ഒറ്റ രാത്രി കൊണ്ട് അത് തളർത്തു. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചു. ആഹാബിന്റെ രഥത്തിന് മുൻപേ ഏലിയ ഓടി ഹോരേബിലെത്തി. മണിക്കൂറുകൾ കൊണ്ട് നടക്കേണ്ടത് ആഴ്ചകൾ കൊണ്ട് നടക്കേണ്ടത് നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചു. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതിൽ പണി 52 ദിവസം കൊണ്ട് തീർത്തു. ഈ കർത്താവിന്റെ വചനം അനുസരിച്ചാൽ, ശ്രദ്ധിക്കുന്നു, ഞാൻ നിർത്തുകയാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിന്റെ വചനം അനുസരിച്ചാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഞാൻ നിന്നെ വാലല്ല തലയാക്കൂ എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം എന്നാ? വാൽ എവിടെയാ എപ്പോഴും? വാല് എപ്പോഴും പുറകിലല്ലേ? കുരങ്ങനും കാളയ്ക്കും പൂച്ചയ്ക്കും നായ്ക്കും എല്ലാം വാല് പുറകിലല്ലേ? ആണോ? പക്ഷെ തലയോ മുൻപിലല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞത് നീ പുറകിലായി പോയ എല്ലാ മേഖലയിൽ നിന്നും ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. നീ പുറകിലായി പോയ എല്ലാ സാഹചര്യത്തിൽ നിന്നും ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ സാമ്പത്തികത്തിൽ നീ എവിടെല്ലാം പുറകിലായോ, പിശാച് നിന്നെ എവിടൊക്കെ പുറകിലാക്കിയോ, അവിടെ എല്ലാം ദൈവം നിന്നെ മുന്നിൽ കൊണ്ടുവരും. വേഗത വർദ്ധിക്കട്ടെ, വേഗത വർദ്ധിക്കട്ടെ. പിശാച് നിന്നെ എവിടൊക്കെ പുറകിലാക്കിയോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിലുള്ള ഒരു തലമുറയോട് സംസാരിക്കുന്നത് എനിക്കറിയാം. എനിക്കത് ഫീൽ ചെയ്തുകൊണ്ട് പറയുകയാണ്. നിന്നെ മനുഷ്യനും പിശാചും, അസൂയക്കാരനും മനുഷ്യനും പിശാചും നിന്നെ എവിടൊക്കെ പുറകിലാക്കിയോ അവിടെയെല്ലാം കർത്താവ് നിന്നെ മുന്നിൽ കൊണ്ടുവരുമെന്ന് ആത്മാവ് നിന്നെ അറിയിക്കുകയാണ്. അയ്യോ, നീ അങ്ങ് പുറകിലായി പോയി, നിന്നെ ചിലത് ഓവർടേക്ക് ചെയ്ത് കേറിപ്പോയി എന്ന് നീ ചിന്തിക്കുന്നിടത്ത് നിന്ന് ദൈവം നിനക്ക് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. കർത്താവ് ആക്സിലറേഷൻ കൊടുക്കുകയാണ്. തൊടട്ടെ, കർത്താവിന്റെ ആത്മാവ് തൊടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലതിന്റെ വേഗത വർദ്ധിക്കട്ടെ. വന്ന അവസ്ഥയിൽ ഇവർ തിരികെ പോകത്തില്ല. ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിന്റെ തീ, ആത്മാവിന്റെ അഗ്നി, ദൈവത്തിന്റെ കരം, ഫയർ, ഫയർ, ഫയർ. എന്നടാ പിശാചേ നിനക്ക് ഫയർ എന്ന് പറഞ്ഞപ്പോ പൊള്ളുന്നോ? എന്നാ പിശാചേ നിനക്ക് തീ എന്ന് പറഞ്ഞപ്പോ പൊള്ളുന്നോ? തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം, തീ മതിലായിരിക്കുന്ന ദൈവം, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തിച്ച ദൈവം,
ഒന്ന്, അവൻ ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും, അപ്പനും അമ്മയും ഉണ്ടായിരുന്നിട്ടും, വീടുണ്ടായിരുന്നിട്ടും, നാട്ടുകാരുണ്ടായിരുന്നിട്ടും, പള്ളിയും പട്ടം ഉണ്ടായിരുന്നിട്ടും, എല്ലാം ഉണ്ടായിരുന്നിട്ടും അവനൊന്നും അല്ലാത്തവനായി. കർത്താവ് ഈ സിറ്റുവേഷൻ മാറ്റും. ഒന്നുമല്ലാത്ത നിന്നെ നിന്റെ ദേശത്തെല്ലാം ആക്കി ദൈവം മാറ്റും. രണ്ട്, അവൻ വേഗത നഷ്ടപ്പെട്ടവനായിരുന്നു. വേഗത നഷ്ടപ്പെട്ടവനായിരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് അവന്റെ വേഗത വർദ്ധിപ്പിച്ചു. അവന്റെ വേഗത വർദ്ധിപ്പിച്ചു. നീ എവിടേക്കോ ഡിലേ ആകുകയാണ്. പലതും ഡിലേ ആകുകയാണ്. ഇത് ചിലരോടുള്ള ഇന്ന് ഡയറക്റ്റ് ഡീലാണിത്. പലതും ഡിലേ ആകുകയാണ്. യേശുവിന്റെ നാമം ഞാൻ നിന്റെ മേളിൽ നിന്ന് അത് അഴിച്ചു കളയുക. ഇന്ന് പകൽ നിന്റെ മേളിൽ നിന്ന് ഞാനത് അഴിച്ചു കളയുക. ഇതിനകത്ത് ചിലതിന്റെ മേളിൽ നിന്ന് ഞാനത് അഴിച്ചു കളയുക. പലതും ഡിലേ ആകുകയാണ്. യേശുവിന്റെ നാമത്തിൽ in the name of Jesus I break it down. ഒടഞ്ഞു പോകണേ, ഒടഞ്ഞു പോകണേ. നിന്റെ മേളിൽ ഡിലേ ആയി നിൽക്കുന്നത്, വൈകിപ്പിക്കുന്നത്, കാലതാമസം വരുത്തുന്നത്, കാലതാമസം വരുത്തുന്നത് യേശുവിൻ നാമത്തിൽ ഇന്ന് മുതൽ വഴിമാറി പോകട്ടെ. കാലതാമസം വരുത്തുന്നത് വഴിമാറി പോകട്ടെ. നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഡിലേ ആക്കുന്നതെല്ലാം വഴിമാറി പോകട്ടെ. നിന്റെ തലമുറയുടെ ഭാവി, അവരുടെ നന്മ, നിനക്ക് ലഭിക്കാനുള്ള സാലറി, നിന്റെ ജോലി ഡിലേ ആകുന്നത് മാറി പോകണം. നിന്റെ വിടുതലിന്റെ വേഗത വർദ്ധിക്കുകയാണ്. നിന്റെ വിടുതലിന്റെ സ്പീഡ് വർദ്ധിക്കുകയാണ്. മൂന്നാമതായി, പുതുമ നഷ്ടപ്പെട്ടവൻ. എന്റെ ചോദ്യം, കുരുടന്മാർക്ക് എന്തെങ്കിലും പുതുമയുണ്ടോ? ആഹാ, ഇത് പുതിയ ഡ്രസ്സാണല്ലോ, പറയാനുണ്ടോ? പുതിയ വീട് വെച്ചോ, പറയാനുണ്ടോ? ഇത് പുതിയ ചെടിയാണോ, പറയാനുണ്ടോ? നേരത്തെ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആളാണോ, പറയാനുണ്ടോ? കുരുടന്മാർക്ക് എന്നും ഒറ്റ നിറമാണ്. ആ നിറം ഇരുട്ടാണ്, കറുപ്പാണ്, ബ്ലാക്ക് ആണ്. അവന് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അവന് ഒരു പുതുമയില്ല. എല്ലാ ദിവസവും അവൻ ഒരുപോലെ ഉള്ളൂ. അങ്ങനെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കഴിഞ്ഞു പോവുക. കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതുമയില്ല. വർഷങ്ങളായി ഞാൻ ഇങ്ങനെ പോവുക. ഒരേ രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു. ഒരു പുതുമയും എന്റെ ജീവിതത്തിലില്ല. പക്ഷെ കർത്താവ് സകലത്തെ പുതുതാക്കും. പരിശുദ്ധാത്മാവിനെ അറിയിക്കുന്നു. അവൻ സകലത്തെ പുതുതാക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു.
പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും അവനിൽ പുതുതായി തീരുന്നു. യെശയ്യാ 43:18-19 വേദപുസ്തകം പറയുന്നു, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരുറവകളും ഉണ്ടാകും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. യേശു കർത്താവ് വേഗം വരുന്നു. എന്തിനാണെന്നറിയാമോ? വെളിപ്പാട് 21:5 പറയുന്നു, ഇതാ ഞാൻ പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും കാണുകയാണ്. പുതിയൊരാകാശവും പുതിയൊരു ഭൂമിയും ഉണ്ടാകുകയാണ്. സകലത്തെയും അവൻ പുതുതാക്കുകയാണ്. അത് ഒടഞ്ഞു പോകട്ടെ, മകളിൽ നിന്ന് ഒടഞ്ഞു പോകട്ടെ. പുതുമയില്ലാത്ത അവസ്ഥകൾ അവൾ ഒടഞ്ഞു പോകട്ടെ കർത്താവേ. ഓ ഷാറ്റാബാബാബാരാബാരിയേ ഓദമാനഗതരമാനഗസിയാദന സാറ്റാബാബാബാരാനനനനമസിയാദന. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുകയാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുൻപുള്ളവയെ ഓർക്കണ്ട. ഇനി എന്റെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, ഈ കുരുടനെ യേശു കണ്ടു, അങ്ങനല്ലേ ബൈബിളിൽ എഴുതിയേ? യോഹന്നാൻ 9:1 യേശു അവനെ കണ്ടത് കൊണ്ട് ഇപ്പോൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം പുതുമയുള്ളതല്ലേ? യേശുവിനെ കണ്ടെത്തിയ നിന്റെ ജീവിതത്തിൽ ഒത്തിരി പുതുമയുള്ള കാഴ്ചകൾ സാധ്യമാകാൻ പോവുകയാണ്. ഭാവി നഷ്ടപ്പെട്ടവന് ഭാവി ഉണ്ടായി, വേഗത നഷ്ടപ്പെട്ടവന് വേഗതയുണ്ടായി, പുതുമ നഷ്ടപ്പെട്ടവന് പുതിയ അനുഭവങ്ങൾ ഉണ്ടായി. യേശു നിന്നെ കണ്ടാൽ ഓ ശാബാനബ You are Yahweh. 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 Alpha and Omega. You are Yahweh. Alpha and Omega. You are Yahweh. യേശു അവനെ കണ്ടു. That is enough. That is enough. Yes, Lord. നിനക്ക് ഉറപ്പുണ്ടോ ദൈവം നിന്നെ കണ്ടിട്ടുണ്ടോ? എത്ര പേർ കർത്താവിനോട് പറയും അതിനകത്തെല്ലാം ഉണ്ട്? നഷ്ടപ്പെട്ട ഭാവി തിരിച്ചു വരും, നഷ്ടപ്പെട്ട വേഗത തിരിച്ചു വരും, പുതുമകളുണ്ടാകും. സമൂഹം നിനക്കെതിരായേക്കാം, കർത്താവിനെ കണ്ടവനെതിരെയും കർത്താവ് കണ്ടവനെതിരെയും സമൂഹം തിരിഞ്ഞേക്കാം. പക്ഷെ പള്ളിക്കാർ പുറത്താക്കിയ സമയം അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തി എന്നറിഞ്ഞപ്പോൾ ബൈബിൾ പറയുന്നു യേശു അവന്റെ അടുക്കലെത്തി. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്നവനോട് ചോദിച്ചു. എന്നിൽ വിശ്വസിച്ച ഒരുത്തനെയും ഞാൻ കൈവിടുകയില്ല. ആരൊക്കെ നിന്നെ പുറത്താക്കിയാലും, ആരൊക്കെ നിന്നെ എതിർത്താലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്നെ വിളിച്ച, നിന്നെ കണ്ടത് ഞാനാണെങ്കിൽ, നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ, യേശു പറയുന്നു നിന്നെ സൗഖ്യമാക്കിയത് ഞാനാണെങ്കിൽ എന്റെ കരം നിന്റെ കൂടെയുണ്ട്. താങ്ക് യു ജീസസ്.